ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റുപ്പിമൻ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളും ഞാൻ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതുമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളോട് വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ റിസൾട്ട് ഭരണകക്ഷിക്ക് അത്ര ഫേവറബിൾ അല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ തകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1-2 ദിവസമെങ്കിലും നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലാഭമുള്ള സംഗതികൾ അത്ര കൺവിൻസിങ് അല്ലാത്ത ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിറ്റൊഴിവായി ക്യാഷിൽ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവർക്കും കൂടെ ചെയ്യാവുന്നതാണ് എന്നുള്ളതിനെ പറ്റി ഒരു സജഷൻ മാത്രമാണ്. അത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ അവസ്ഥയും ഗോളുകൾക്കൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ സെല്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ വലിയ ലാഭം നേടാൻ സാധിച്ചിരുന്നു. ഞാൻ അതുപോലെ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല എന്നുണ്ടെങ്കിലും ഞാനും എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് അത്യാവശ്യം നല്ല ഒരു കോർപ്പസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇതുപോലെ റീഡീം ചെയ്തിട്ട് ആ ഫണ്ട് ഞാൻ തിരികെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. അത് ആ മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ട് ഞാൻ വിറ്റു, അതുപോലെ തന്നെ എപ്പോൾ ഞാൻ വിറ്റു, എങ്ങനെ ഞാൻ വിറ്റു എന്നുള്ളതും അത് ആ കിട്ടിയ പണം ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതുമാണ് ഇതിലൂടെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഇവന്റിന് മുമ്പായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കുറച്ചധികം ക്യാഷ് നമ്മളുടെ കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. ആദ്യമേ പറയട്ടെ, ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ട് ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു ഡയറക്ഷൻ ആയിട്ട് കാണരുത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ലിക്വിഡേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് നന്നാക്കാനോ മോശമാക്കാനോ അല്ല ഈ വീഡിയോ എന്നുള്ളത് ആദ്യമേ പറയട്ടെ. കുറേ കാലം മുൻപ് ഒരു 5-6 വർഷം മുൻപൊക്കെ ചെറിയ രീതിയിൽ SIP ചെയ്യുന്നുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ആദിത്യ ബിർള സൺ ലൈഫ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞുള്ള ഫണ്ട്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു ഫണ്ട് ഈ അടുത്ത കാലത്ത് അതൊരു അണ്ടർ പെർഫോമൻസ് കാണിക്കുകയുണ്ടായി. അടുത്ത കാലത്തല്ല, കുറച്ച് സമയമായിട്ട് അണ്ടർ പെർഫോമൻസ് കാണിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ അണ്ടർ പെർഫോമൻസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ മോശമായിട്ട് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പോയി അത് വിൽക്കുകയല്ല വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറയാറുണ്ട് അല്ലെ. നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 3 സ്റ്റേജിലായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ആ 3 സ്റ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് അത് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് കുറയ്ക്കുക. ഇപ്പൊ 20,000 രൂപ ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് കുറച്ച് കാലമായിട്ട് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഒരു 10,000 രൂപ വെച്ച് അതിന്റെ SIP ആക്കിയിട്ട് കുറയ്ക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അങ്ങനെ കുറച്ച് നാൾ പോയിട്ട് വീണ്ടും അത് മോശമാവുകയാണെന്നുണ്ടെങ്കിൽ SIP പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പോൾ അതിലേക്കുള്ള SIP 0, പക്ഷെ അതിലേക്ക് കിടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേജ് വീണ്ടും അത് മോശമായിട്ട് തന്നെയാണ് പോകുന്നത്, ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാൾ മോശമാണ്, അതേപോലുള്ള മറ്റുള്ള ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ ആ ഫണ്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഒഴിവാക്കുന്നതും ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എന്റെ ഈ ഫണ്ടില് ഞാൻ പിൻവലിക്കൽ തുടങ്ങുന്ന സമയത്ത് 21,20,000 രൂപയായിരുന്നു ആ സമയത്തെ വാല്യൂ. ഏപ്രിൽ മാസത്തിലും മെയ് മാസങ്ങളിലുമൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ നിന്ന് ആദ്യത്തെ തവണ ഒരു 5 ലക്ഷം എടുത്തു, പിന്നത്തെ തവണ വീണ്ടും ഒരു 5 ലക്ഷം എടുത്തു, മൂന്നാമത്തെ തവണ ഒരു 5 ലക്ഷം എടുത്തു. ഇനി ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട്, ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 6,20,000 രൂപയോളം ഒക്കെ അതിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 4 സ്റ്റേജുകളായിട്ട് അതിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് പിൻവലിച്ചത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കറിയാം. അതിന്റെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഈ ഫണ്ട് ഏത് രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ബെഞ്ച് മാർക്കിനേക്കാൾ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. അതുപോലെ ഈ ഫണ്ട്
എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ കൂട്ടാളികളായിട്ടുള്ള അല്ലെങ്കിൽ പിയർ ഫണ്ടുകളെ പറ്റി സംബന്ധിച്ചിടത്തോളം മോശമായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ്. മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതിന് നമ്മൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഈ ഫണ്ട് മാനേജർക്ക് ഒരു ഫീസ് കൊടുക്കുന്നുണ്ട് അല്ലെ, എക്സ്പെൻസ് റേഷ്യോ എന്നുള്ള രീതിയിൽ ഒരു 0.5% മുതൽ 1% വരെയൊക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ വരാറുള്ളത്. അങ്ങനെ 1% ഒക്കെ എക്സ്പെൻസ് കൊടുത്തിട്ട് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫണ്ട് ഒഴിവാക്കിയത്. എങ്ങനെയാണ് ഒഴിവാക്കിയതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ്, എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇപ്പൊ 20 ലക്ഷത്തോളം 21 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നതിനെ 5, 5, 5, 6 എന്നുള്ള രീതിയിൽ 4 സെക്ഷനുകളായിട്ട് അതിനെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇവന്റ് ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഫണ്ട് മാറ്റിവെക്കുന്നത് കൂടാതെ എനിക്ക് 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, നമ്മളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു അസറ്റ് അലോക്കേഷൻ, നമ്മളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു അലോക്കേഷൻ ഇക്വിറ്റി സെക്ഷനിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഡെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപം ബോണ്ടുകളിലേക്കൊക്കെ കുറച്ച് പൈസ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. രണ്ടാമത്തെ, ഞാൻ പേഴ്സണലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോർപതി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഞാനും വാട്സപ്പ് മെമ്പേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടെ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളാണ്, ഒരു 10 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ്. അതിലേക്ക് കുറച്ച് പൈസ ഇടാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മൂന്നാമത്തേത്, നമ്മളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസ അതിൽ നിന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ ആണ് ആ ഒരു 21,20,000 രൂപ നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിലാണ് ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ആദിത്യ ബിർള സൺ ലൈഫ് ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞ ഫണ്ടിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു 5 ലക്ഷം എടുത്തു. പിന്നെ ആ സമയത്ത് കുറച്ച് ബോണ്ടുകളിലിട്ടു. പിന്നെ ഒരു 5 ലക്ഷം എടുത്തു, അത് നമ്മുടെ വീട് പണിക്കായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒരു 5 ലക്ഷം എടുത്തു, അത് നമ്മളുടെ സ്റ്റോക്കുകൾ ഒന്ന് നറിഷ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അവസാനം എടുത്തിട്ടുള്ള 6 ലക്ഷം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസം അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുള്ള ദിവസം അതിന്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ആക്റ്റീവ്ലി നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു അൺസർട്ടൈൻ ഇവന്റ് നമ്മളുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മുടെ കയ്യിൽ ക്യാഷുമായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാർക്കറ്റ് താഴ്ന്നു വരുന്ന സമയത്ത് നമ്മളൊരു പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാഷായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, മോശം ഫണ്ടുകളെ തെരഞ്ഞെടുത്ത് അതിന് കുറച്ച് സമയം കൊടുത്തിട്ട് അത് നന്നായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഗ്രോത്ത് തരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾക്ക് എപ്പോഴും ഒരു ബാലൻസ് നമ്മളുടെ അസറ്റുകളിൽ ഉണ്ടായിരിക്കണം. അതായത് ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒരു നിശ്ചിത ശതമാനവും സ്ഥിര നിക്ഷേപങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന നിക്ഷേപങ്ങളും ഉണ്ടായിരിക്കണം. ആ ഒരു ബാലൻസ്, അസറ്റ് അലോക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.